മൈസൂർ ട്രിപ്പിലത്തെ ഡേ 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ, ബൊഫേ സിസ്റ്റം ആയിരുന്നു. എല്ലാത്തരം ഐറ്റംസ്, പുട്ട് പൂരി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ദോശ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ച പാടെ നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാം. അപ്പം തന്നെ നമുക്ക് കേക്ക് കൊടുന്നു തരാണ് കേട്ടോ നമ്മുടെ ബിജു ചേട്ടൻ. നമ്മളുടെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ആണ്. അവരുടെ സ്ഥാപനത്തിന്റെ ആനിവേഴ്സറിക്ക് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് തന്നത്. അതും എന്റെ ഫേവറേറ്റ് കേക്ക് ആയിരുന്നു. ഞങ്ങൾ പിന്നെ പോയത് ത്രിവേണി സംഗമാണ് കേട്ടോ കാണാൻ വേണ്ടി ആദ്യം പോയത്. രാത്രി പുറപ്പെട്ട ട്രിപ്പ് ആണെങ്കിലും നമ്മൾ കാലത്ത് 10:30 മൈസൂർ എത്തുന്നത്. പിന്നെ ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈ ഒരു സമയമായി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ട്രിപ്പ് അമ്മയുടെ കെയർ ഓഫിലാണ് ഞങ്ങൾ എല്ലാവരും പോയിട്ടുള്ളത്. ത്രിവേണി സംഘം എത്തുമ്പോഴേക്കും നമ്മുടെ രഞ്ജു അഞ്ചും കൂടെ ഒരു ഷോപ്പിന് മുന്നിൽ സ്റ്റെക്കായി നിൽക്കുന്നു കേട്ടോ. അവിടെ 200 രൂപയ്ക്കും 100 രൂപയ്ക്കും ചപ്പൽസ് ആണ്. ഉണ്ണിക്കുട്ടൻ സ്റ്റെക്കായി നിൽക്കുന്നത് ഗോലി സോഡ കണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ അത് മേടിച്ചില്ലാത്ത പരിഭവത്തില് ഫോട്ടോയ്ക്ക് കൂട്ടുകൂടാതെ നിൽക്കാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. പിന്നെ അവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കയറിയിരിക്കാൻ തന്നെ അവിടെ 50 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെയാണ് ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെയോ ഹോമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയുള്ളത് തോന്നുന്നു. പിന്നെ ഈ സൈഡൊക്കെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏറ്റവും വലിയ എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ എൻ്റെ കൂടെ അമ്മയും അഞ്ചും രഞ്ജും കൂടെ ഉള്ള ഒരു ട്രിപ്പ്. അതാണ് ഇന്ന് എനിക്ക് സക്സസ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവിടുന്ന് കയറിയതും നമ്മുടെ ബിജു ചേട്ടന്റെ വക നമുക്ക് മൈസൂർ പാക്കാണ് കേട്ടോ മേടിച്ചു തന്നിട്ടുള്ള നമ്മുടെ ബിജു ചേട്ടൻ. നമുക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് തന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തെത്തിയ സ്ഥലത്ത് പിന്നെയും കാണുന്ന ഹോഴ്സ് ആണ്. ഒരുപാട് ഹോഴ്സ് ഉണ്ട് കേട്ടോ. ഓരോ ഹോഴ്സ് സ്ഥലത്തും എത്തുമ്പോൾ ഹോഴ്സിനുള്ള ആ റൈഡ്സിനൊക്കെ റേറ്റ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കി തന്നെ കയറണം. ഇപ്പൊ ഈ ഒരു സ്ഥലം, ഈ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ താജ്മഹലൊക്കെ പോയ ഒരു ഫീലാണ് തോന്നുന്നത് കേട്ടോ. അത്രയില്ലെങ്കിലും കുറച്ചൊക്കെ. പിന്നെ നമ്മൾ ടിപ്പു സുൽത്താൻ അന്തി ഉറങ്ങുന്ന ഖബർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഖബറുകളാണ് ഈ ഒരു സ്ഥലത്ത് കാണുന്നത്. ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചന്ദനത്തിരികളുടെ മണമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഉള്ളിൽ ചുറ്റും ഖബറുകളാണ്. ചുറ്റും ആയാലും പുറത്തായാലും. പിന്നെ ഉള്ളിൽ ടിപ്പു സുൽത്താന്റെ ആയാലും അവരുടെ വൈഫ് അങ്ങനെ എല്ലാ വേണ്ടപ്പെട്ട റിലേറ്റീവ്സിന്റെ ആണ് കേട്ടോ ഈ ഒരു വീടിന്റെ ഉള്ളിലുള്ള ഖബർ. പിന്നെ അടുത്തത് ഉണ്ണിക്കുട്ടന്റെ റിഹാനും അവന്റെ അമ്മയും പിന്നെ ചേട്ടനൊക്കെയാണ് കേട്ടോ നമ്മൾ പിന്നെ കാണുന്നത്. ഒക്കെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒറ്റപ്പാലത്തുള്ള ആൾക്കാരാണ്. പക്ഷെ അവര് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ മൈസൂർ വെച്ച് മീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവർ വീഡിയോ കോൾ ചെയ്യുന്ന വഴിയാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നമ്മൾ എത്തിയിട്ടുള്ള ടിപ്പു സുൽത്താന്റെ ഒരു കൊട്ടാരത്തിലേക്കാണ് കേട്ടോ അടുത്തത്. ഇവിടെ നമ്മളിങ്ങനെ വേഗം ഒരു പാക്കേജ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളെല്ലാം വേഗം കണ്ട് വേഗം അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പോകുമ്പോഴും എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കയറുമ്പോൾ എന്റെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാണ്ട് ഞാൻ ചെറുതായി പെട്ടേ. ഓരോ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴും ഇതിന്റെ ചുറ്റുപാടായാലും പ്രകൃതിയായാലും ഭയങ്കര ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നിന്ന് പോകും നമ്മൾ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നിൽക്കേ. ഇവിടുത്തെ ഗാർഡൻ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് ഒന്നുമല്ല, ഇതുപോലെ കുറെ ബുഷുകൾ അതിങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറച്ചധികം ദൂരം നടന്ന് വരണം നമ്മൾ ഈ ഒരു കൊട്ടാരത്തിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ നടന്നു പോകുന്ന ചേട്ടനുണ്ടല്ലോ, നമ്മുടെ പാക്കേജിന്റെ നമ്മുടെ ജൂപ്പിറ്റർ വണ്ടിയുടെ ഡ്രൈവറും കൂടിയാണ് കേട്ടോ. ആ ചേട്ടൻ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു ബോൾസ് എല്ലാം ഇങ്ങനെ ബുള്ളറ്റ് പോലെ ആയിട്ടാണ് കേട്ടോ നമുക്ക് അവിടെ കാണിക്കുന്നത്. അതിന്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ പീരങ്കി പോലെ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ മേശകള്, സോഫ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് സഭകളൊക്കെ കൂടുമ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, സ്ത്രീകൾക്കും രാജാക്കന്മാർക്കൊക്കെ ഉള്ളൊരു ഇങ്ങനെ ഗുഹ പോലെയാണ് കേട്ടോ. ഗുഹ എല്ലാവരും ഇരിപ്പിടം പോലെയാണ് ഈ കാണിക്കുന്നത്. അതിന്റെ ചുമർ ചിത്രങ്ങളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ആ ചുമർ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗിയിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കുറേ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ട് എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നതും പണ്ട് ഉപയോഗിച്ചിരുന്ന വാള്, പിന്നെ അവരുടെ കൊട്ടാരത്തിന്റെ ചുറ്റും ഉണ്ടാവുന്ന കെട്ടുകളും കാര്യങ്ങളും കൊട്ടാരം എങ്ങനെയാന്നുള്ള ഒരു രൂപമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഒക്കെ പണ്ട് മുതലേ ഉള്ള മ്യൂറൽ പെയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അവിടെ ടച്ച് ചെയ്യരുതെന്ന് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് കേട്ടോ. അതെല്ലാം ക്ഷയിച്ചുകൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് കേട്ടോ. കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളും പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന തോക്ക്, വാള്, കത്തിയൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പൊ കണ്ട കുഞ്ഞിങ്ങനെ നമ്മളുടെ സൈഡിൽ വെക്കുന്ന കത്തിയാ തോന്നുന്നു ഈ ഒരു കത്തി. ഇതെല്ലാം ഫിലിമിൽ കണ്ടുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ വലിയൊരു പെയിന്റിങ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് ആരാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഗൈസ്. നമ്മുടെ ഉണ്ണിക്കുട്ടനും റിഹാനും കൂടെ വാള് കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം അത് ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ 2 സ്ഥലത്തെ കൊട്ടാരം പോലത്തെ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ലഞ്ച് ടൈമായി. ഭക്ഷണം പറയാതിരിക്കാൻ വയ്യ. നമുക്ക് നോണും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് എൻ്റെ കയ്യിലൊരു കറ ഏത് കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു തടയ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിമനോഹരമായ സ്ഥലം തന്നെ പറയാം കേട്ടോ. കാരണം അതിന്റെ സൈഡിൽ കുറെ ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള ഒരു വള്ളമുണ്ട് ആ കാണുന്നത്. അതിൽ നമുക്ക് കയറിയിട്ടുള്ള ബോട്ടിങ് പോലെ
സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് വേഗം ഇറങ്ങി അടുത്ത സ്ഥലം കാണാൻ. ഈ ടൂർ പാക്കേജിന്റെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിഞ്ഞതും നമുക്ക് ഐസ്ക്രീം കൂടുന്ന ഏരിയയാണ്. അപ്പോൾ ഐസ്ക്രീം ഒരു വാനില ഐസ്ക്രീം ആയിരുന്നു, അതും കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു 3:30-4 മണി ആവാറായിട്ടുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആർക്കും വിശന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ചേട്ടൻ കഴിക്കാൻ കൊടുന്ന് തരുമായിരുന്നു കേട്ടോ. നമ്മുടെ ബിജു ചേട്ടൻ. അടുത്തത് നമ്മളൊരു ഗാർഡനിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഗാർഡനിലേക്ക് വരുമ്പോൾ തന്നെ കാടുകളായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തണുപ്പും നല്ലൊരു പീസ്ഫുൾ സ്ഥലം പോലെയായിട്ട് നമുക്കത് ഫീൽ ചെയ്ത് കേട്ടോ. നല്ല കുറേ തണലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനും ലാസ്റ്റ് ആയിട്ടോ അവൻ്റെ കൂടെ നിന്നിട്ട് അപ്പോൾ അവൻ്റെ കുഞ്ഞ് ബൈനോക്കുലർ വെച്ചിട്ട് ഓരോന്നും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് സ്ഥലമാണ് കേട്ടോ. ഈ മഹർഷിമാരൊക്കെ പണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ സ്ഥലം പോലെയാണ് എനിക്ക് അതിൻ്റെ ഒരു ഡെക്കറേഷൻ പോലെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പം ഞങ്ങൾ അവിടെ നോക്കി. അവിടെ ചെന്നപ്പോൾ അതൊരു ഒരുപാട് വലിയൊരു സ്ഥലം ഉണ്ട് കേട്ടോ. കുറേ പേർക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലം. അപ്പൊ അവിടെ ഭയങ്കര കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് നോക്കിയൊക്കെ ചെയ്തേ. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ കണ്ട ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഗോപുരം പോലെ സ്ഥലം. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു മുക്കിലായിട്ട് കുറച്ച് ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നൊന്നും അറിയില്ല, കാരണം ക്ലിയറേ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം കാണിച്ച ആ ഒരു മുക്കിലായിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിന്ന് നോക്കി അതെന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ കാണുന്ന എല്ലാവരും നമ്മളുടെ ട്രിപ്പിലുള്ള പാക്കേജിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവരുടെ കൂടെ ഇവരെല്ലാവരും നല്ല അടിപൊളി വൈബിളുള്ള ആൾക്കാരായിരുന്നു. നമ്മളെല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ട്. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞ് പോവാന്ന് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ്. ഇവർ പിന്നെ എന്നെ കാത്തിരിക്കുന്നത് നമ്മളൊരു റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ കൂടെ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നൊന്നും അറിയില്ല. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം പച്ചപ്പും പിന്നെ ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റും ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റീലൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു പാർക്ക് ഒരു വലിയ പാർക്ക്, എത്ര ഏക്കർ കണക്കാണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അത്രയും വലിയ പാർക്കാണ്. കാണാൻ ഒരുപാടുണ്ട്, നടക്കാൻ ഒരുപാടുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്നതും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ പാർക്കിലേക്കാണ് കേട്ടോ. ആ ഒരു കുട്ടികളുടെ പാർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കയറി കളിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെന്ന് മാത്രമല്ല വലിയവരും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെയാണ്, കേരള സ്റ്റേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ പാർക്കിൽ എന്തായാലും വലിയ ആൾക്കാർ കയറി കളിക്കില്ല. ഇവിടെ അങ്ങനെയില്ല കേട്ടോ. ഇവിടെ എല്ലാവരും കയറി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്കുട്ടനും കുറച്ച് റൈഡ്സ് ഒക്കെ നോക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് തരം ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികൾക്ക് അതൊരു റിലീഫ് ആയിരിക്കും, കാരണം അവർ കുറേ നടന്ന് ക്ഷീണിച്ചല്ലേ. അപ്പൊ ഇവർക്ക് ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു പാർക്ക് മൊത്തമായിട്ട് കാണാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല, കാരണം ഉണ്ണിയുടെ കളിയും പിന്നെ ഞങ്ങൾ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നിട്ട്. പിന്നെ തൊട്ടപ്പുറത്തെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാലം സെറ്റപ്പ് ഉണ്ട്, അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പാലം ഗ്ലാസിന്റെ ആയിരുന്നു. അത് പിന്നെ ഗ്ലാസ് ഒന്നും അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഉണ്ണിക്കുട്ടൻ ആദ്യം പോയിട്ടൊന്ന് പേടിച്ച് പോകുന്നു. അവന് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് കൈ അവൻ ഇങ്ങനെ വായടാടെ വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. കാരണം ഗ്ലാസ് ആണെങ്കിലും നിലത്ത് ഈ വെള്ളമൊന്നും അധികം കാണുന്നുണ്ടായില്ല, കാരണം ഫുൾ പൂപ്പലോ പായലോ അങ്ങനെ എന്തോ ആണ് കേട്ടാ. അവൻ പേടിച്ച് ഓടിപ്പോയി. ഇതാണ് ഏറ്റവും ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്നൊക്കെ പറയാ, വൃന്ദാവൻ ഗാർഡൻസ്. ഇവിടെ വന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, കാറിന്റെ ഷോറൂം ആണോ എന്ന് വിചാരിച്ചു. ഒരു 10-20 കാർ ഷോറൂമും ഒരു 10 ബസ് ഷോറൂമും വെച്ചാൽ എങ്ങനെ ഉണ്ടാവും തിരക്ക്, അതേ തിരക്കായിരുന്നു. വൃന്ദാവൻ ഗാർഡൻ ഗൈസ്, നമ്മൾ വൃന്ദാവൻ ഗാർഡനിലേക്ക് നമുക്ക് മേടിക്കാം. എല്ലാം നല്ല തിരക്കാ ഗൈസ്. ഞങ്ങൾ കാണാൻ പറ്റും ഒരു പിടുത്തൂല്ല ഗൈസ്. ഞങ്ങൾക്ക് ഗാർഡൻ കാണാൻ ലേറ്റ് ആയാലും നമുക്ക് വിഷയമില്ലാഞ്ഞത് ഈ സൈഡിലുള്ള കടകൾ കാണുമ്പോഴാണ് കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള മൈസൂരിലെ വേറൊരു പ്രത്യേകതയാണ് ഈ ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഫ്രൈ ചെയ്ത് അപ്പപ്പ കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം ഹൈജീൻ ഉണ്ടെന്ന് മനസ്സിലായില്ല, കാരണം അത് തുറന്നിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് ഈ ഫ്രൈ ചെയ്തെല്ലാം കൗതുകത്തോടെ കഴിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. പിന്നെ സൈഡിൽ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ടെഡി ഐറ്റംസ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഗാർഡൻ്റെ എൻട്രൻസ്. നമ്മൾ ക്യൂ പാലിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെയും ടിക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നേ. ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുമ്പോഴേക്കും നല്ല തോതിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിലൊക്കെ ഫുഡുകൾ നല്ല വർണ്ണങ്ങളായിട്ടാണ് കേട്ടോ ഇരുന്നിരുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ വൃന്ദാവൻ ഗാർഡനിലെ പാലം എന്ന് വെച്ചാൽ ഡാം. ആ ഡാം ഭയങ്കര തിരക്കായിരുന്നു, അത് ഞങ്ങൾ നടന്നു വന്നു. പിന്നെ എല്ലായിടത്തും ഈ വാട്ടർ ഫൗണ്ടനാണ് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഒരു 7:30 ഒരു ഷോ ഉണ്ടായിരുന്നു. August 15 ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യനെ പറ്റിയുള്ള എല്ലാതരം സോങ്ങും ആ ഒരു കളർ വെള്ളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കാരണം പച്ചയും ഓറഞ്ചും വെള്ളയും കളറുള്ള വെള്ളം കൊണ്ടുള്ള വാട്ടർ ഫൗണ്ടനായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കൂടെ എൻജോയ് ചെയ്തു കേട്ടോ. അത്
കഴിഞ്ഞിട്ട് വേറെയും സോങ്ങുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ തിരക്കുന്ന എങ്ങനെയൊക്കെ നമ്മൾ റൂമിലെത്തിയിട്ടോ. അവിടെ തന്നെ നമുക്ക് DJ പാർട്ടി ഉണ്ടായിരുന്നു ആ ദിവസം. ഞങ്ങൾ എല്ലാവരും DJ പാർട്ടി തകർത്തു കിട്ടോ. കാരണം നമ്മുടെ ബസ്സിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏജായ ആൾക്കാരാണ് കേട്ടോ ഇല്ലാഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്തു വന്നു. കാരണം എനിക്ക് കോൾഡായിരുന്നു, ചുമ നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്മോക്കിലും കാര്യങ്ങളൊക്കെ നിന്നപ്പോൾ. അങ്ങനെ ഞാൻ പോകുന്നു കണ്ടപ്പോൾ അഞ്ചും രഞ്ജും അമ്മയൊക്കെ എന്നെ തിരഞ്ഞു വന്നിരിക്കുകയാണ്. നമ്മളുടെ DJ പാർട്ടി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വേറെയും ടീം പുറത്തുണ്ട്. കാരണം നമുക്കൊരു ടൈം കഴിഞ്ഞാൽ അടുത്ത പേര് കയറാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല തോതിൽ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ്. പിന്നെയും ബൊഫേ ആയിരുന്നു. നമ്മുടെ റൂമിൻ്റെ സൈഡിലുള്ള തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ ഒരു Day 1 ഇത്രയുള്ള. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഇതാ വരുന്നേ. അപ്പോൾ എല്ലാവർക്കും വെയിറ്റ് ആൻഡ് സീ. ബൈ.